ക്രിസ്തുയേശുവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൽ 1 തെസ്സലോനിക്കെഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണമാണ് എന്ന വിഷയത്തെ ആസ്പദമാക്കി അതിനെ തുടർന്ന് അതിൽ വായിക്കുന്ന വചനഭാഗമാണ്: വിശുദ്ധീകരണത്തിലും മാനത്തിലും ഓരോരുത്തരും താന്താൻ്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. മനുഷ്യനെന്ന് പറയുന്നത് ദൈവത്താലും ദൈവത്തിൻ്റെ എതിരാളിയായ ശത്രുവിനാലും ഉപയോഗിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു പാത്രമാണ്. അവൻ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുവാൻ തക്കവണ്ണം വിശുദ്ധീകരിക്കപ്പെട്ടാൽ അവനെ ദൈവം ഉപയോഗിക്കും. എന്നാൽ ദൈവത്താൽ ഉപയോഗിക്കാൻ സാധ്യമല്ലാതെ വണ്ണം മലിനപ്പെട്ടാൽ അവൻ ശത്രുവിനാൽ ഉപയോഗിക്കപ്പെടും. ഈ വിഷയം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ശുദ്ധീകരണത്തിനായിട്ട് പല വഴികളും ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. വചനം കേൾക്കുമ്പോൾ ശുദ്ധീകരിക്കപ്പെടുന്നു, വചനം അനുസരിക്കുമ്പോൾ ശുദ്ധീകരിക്കപ്പെടുന്നു. ഇതൊക്കെയും പുറമേയുള്ള ശുദ്ധീകരണമാണ്. എന്നാൽ ഉൾക്കാമ്പിലുള്ള ശുദ്ധീകരണം, യഥാർത്ഥത്തിലുള്ള ശുദ്ധീകരണം, ആ ശുദ്ധീകരണം എന്ന് പറയുന്നത് തന്നെത്താൻ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അങ്ങനെ തന്നെത്താൻ ഒരു മനുഷ്യൻ ശുദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദൈവം അവനെ മാനിക്കും. അങ്ങനെ ദൈവം മാനിച്ച പാത്രങ്ങൾ താന്താങ്ങളുടെ പാത്രത്തെ നേടിയവരായി ദൈവത്തിന് മുമ്പാകെ നിത്യതയിൽ അവകാശം പ്രാപിക്കും. അപ്പോൾ വിശുദ്ധീകരണത്തിലും മാനത്തിലും താന്താങ്ങളുടെ പാത്രത്തെ നേടി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിത്യതയിൽ എന്നേക്കും വസിപ്പാൻ, അവകാശം പ്രാപിപ്പാൻ ഇടവരും എന്നുള്ളതാണ് നമ്മൾ ഗ്രഹിക്കുന്ന വചനത്തിൻ്റെ സാരം. ഇന്ന് നമ്മൾ വീണ്ടും ചിന്തിക്കുന്നത് പ്രകാരമാണ്. ഇതുപോലെ തന്നെ ഇതിനൊരു എതിർവശവുമുണ്ട്. അതെന്തെന്നാൽ വിശുദ്ധീകരണത്തിലും മാനത്തിലും ഓരോരുത്തരും താന്താൻ്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. 1, ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണമാണ് എന്ന് പറയുന്നതിൻ്റെ നേരെ എതിര് വചനത്തെ ചിന്തിക്കുമ്പോൾ, ദൈവത്തിൻ്റെ എതിരാളിയായ പിശാചിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ മലിനതയാണ്. മലിനപ്പെടണം. മാത്രമല്ല അശുദ്ധിയിലും അപമാനത്തിലും താന്താൻ്റെ പാത്രത്തെ നഷ്ടപ്പെടുത്തി കളയും. ഇതാണ് 2 ഭാഗമായിട്ട് ദൈവത്തിൻ്റെ വചനം ചിന്തിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഒരിക്കൽ കൂടി നമ്മൾ അതിനെക്കുറിച്ച് പറയാം. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ വിശുദ്ധീകരണമാണ്, ദൈവത്തിൻ്റെ എതിരാളിയുടെ ഇഷ്ടമോ നിങ്ങളുടെ മലിനതയാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം വിശുദ്ധീകരണത്തിലും അതുവഴി ദൈവം മാനിക്കുകയും ചെയ്യുമ്പോൾ താന്താൻ്റെ പാത്രത്തെ നേടുന്നു, ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്നേക്കും വസിക്കുന്നു. ഇതുപോലെ തന്നെ അശുദ്ധി ഭവിച്ചു നിൽക്കുന്ന പാത്രങ്ങളെ അപമാന പാത്രങ്ങളായിട്ട് ഉപയോഗിക്കപ്പെടും. അവൻ നിത്യതയിൽ ദണ്ഡനമോ നാശത്തിൻ്റെ അനുഭവവും പ്രാപിക്കും എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നാം കാണുന്ന സത്യം. ഇതാണ് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് വിശുദ്ധീകരിക്കപ്പെടുന്നത് എന്നുള്ളത് ചിന്തിക്കാൻ ഇടയായി തീർന്നു. അതായത് തന്നെത്താൻ സൂക്ഷിക്കുന്നവൻ, ഹൃദയനിർണയത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്നവൻ, ഇങ്ങനെ വിവിധമായ തരത്തിൽ താന്താങ്ങളുടെ പാത്രത്തെ ശുദ്ധീകരിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. അവരെ ദൈവം ഉപയോഗിക്കും. യോസേഫിനെ ഉപയോഗിച്ചതുപോലെ, ദാവീദിനെ ഉപയോഗിച്ചതുപോലെ, മോശയെ ഉപയോഗിച്ചതുപോലെ
ഇങ്ങനെ പലതരത്തിൽ ദൈവം എടുത്ത് ഉപയോഗിക്കുന്ന പാത്രങ്ങളായി തീർന്നാൽ, ദൈവത്താൽ അത് ഉപയോഗിക്കപ്പെട്ടാൽ, അവർ നിത്യതയിൽ ദൈവത്തോടുകൂടെ എന്നേക്കും അവകാശം പ്രാപിച്ച് നിത്യതയിൽ വാഴും. ഇതുപോലെ തന്നെ മലിനപ്പെടുന്നത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യമാണ് അടുത്ത ഭാഗം. മലിനപ്പെടുവാൻ ഉള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് നാം പഠിക്കുന്നത് 37-ാം സങ്കീർത്തനത്തിൽ 1-ാം വാക്യത്തിൽ പ്രകാരം വായിക്കുന്നു: ദുഷ്പ്രവൃത്തിക്കാരുടെ നിമിത്തം മുഷിയരുത്, നീതികേട് ചെയ്യുന്നവരോട് അസൂയപ്പെടരുത്. തുടർന്ന് ആ സങ്കീർത്തനത്തിൽ തന്നെ വായിക്കുന്ന വചനഭാഗമാണ്: മുഷിഞ്ഞു പോകരുത്, അത് ദോഷത്തിന് ഹേതുവാകുകയുള്ളൂ. ദൈവത്തിൻ്റെ വചനത്തിൽ ഒരു മനുഷ്യന് സംഭവിക്കുന്ന മലിനതയുടെ കനം കുറഞ്ഞ, കട്ടി കുറഞ്ഞ ഒരു ഭാവമാണ് മുഷിയുക എന്നുള്ളത്. മുഷിയുക എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിൽ തൃപ്തിയില്ലാതിരിക്കുക, നീരസപ്പെട്ടിരിക്കുക, സന്തോഷമില്ലാതിരിക്കുക, വേണ്ട നിലയിൽ ദൈവത്തിന് മുമ്പാകെ ഉത്സാഹമില്ലാതിരിക്കുക. ഇങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളാണ്, അനുഭവങ്ങളാണ് മുഷിഞ്ഞിരിക്കുക എന്ന് പറയുന്നതിന് ദൈവത്തിൻ്റെ വചനം അർത്ഥമാക്കുന്നത്. 73-ാം സങ്കീർത്തനക്കാരൻ പറയുന്നത് അതാണ്. ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു നിശ്ചയം. എന്നാൽ എൻ്റെ കാലുകൾ ഏകദേശം ഇടറി, എൻ്റെ കാലടികൾ ഏറെക്കുറെ വഴുതിപ്പോയി, അതും ദുഷ്ടന്മാരെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരിയോട് അസൂയ തോന്നി. അപ്പോൾ അവിടെയും പ്രശ്നം ഇതാണ്. മുഷിച്ചു പോകാനുള്ള കാരണം കൈകളെ കുറ്റമില്ലായ്മയിൽ കഴിയവൻ താൻ ഏറ്റവും ദൈവത്തോടടുത്തും ദൈവത്തിന് വിശ്വസ്തനായിട്ടും ഒരു തെറ്റും കൂടാതെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് രാപ്പകൽ അതിനുവേണ്ടി ആഗ്രഹിച്ച് ചിന്തിച്ച് കഷ്ടപ്പെടുന്ന മനുഷ്യൻ അവന് ഉദ്ദേശിക്കുന്ന നിലയിൽ എത്താൻ സാധിക്കാതെ പോകുന്നു. യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളോ ദൈവത്തിൻ്റെ സൈഡിൽ സമർപ്പണവും ഇല്ലാതെ തന്നിഷ്ടം പോലെ ജീവിക്കുന്നവൻ അഭ്യുദയം പ്രാപിക്കുന്നു, ലക്ഷ്യം പ്രാപിക്കുന്നു. ഇത് കണ്ടു കഴിയുമ്പോൾ സ്വാഭാവികമായി ഇവർക്കുണ്ടാകുന്നതാണ്, അതായത് നീതിയോടെ ജീവിക്കാൻ ആഗ്രഹിച്ച് കഷ്ടപ്പെടുന്നവർക്കുണ്ടാകുന്നതാണ് ഒരു മുഷിവ്. ഏറ്റവും ആദ്യം ഉണ്ടാകുന്ന മുഷിവാണ്. ഈ മുഷിവ് ഉണ്ടാകുന്നതിൻ്റെ കാരണം എങ്ങനെ ഞാൻ ഈ ലക്ഷ്യം പ്രാപിക്കും? ഇനി ഞാൻ ചെയ്യുന്നത് ശരിയാണോ? ഞാൻ ചെയ്യുന്നതാണോ അവൻ ചെയ്യുന്നതാണോ ശരി? അപ്പം അവനിൽ തെറ്റുണ്ടെങ്കിൽ അവനെ ദൈവം തിരുത്തും. അപ്പോഴും തെറ്റോടുകൂടി അവന് ഒരു നന്മ ലഭിക്കും. അതാണോ ശരി? ഇങ്ങനെ സംശയം വരുമ്പോൾ എന്ത് തിരഞ്ഞെടുക്കേണ്ടു എന്നുള്ള ഒരു ചിന്ത അവൻ്റെ ഹൃദയത്തിൽ സംശയാസ്പദമായിട്ട് ഇങ്ങനെ നിൽക്കും. അങ്ങനെ നിൽക്കുമ്പോഴാണ് അവനിൽ മുഷിവുണ്ട് എന്ന് കാണുന്നത്. ആ മുഷിവെന്ന് പറയുന്നത് അപകടമാണ്. വചനം പറയുന്നത് മുഷിഞ്ഞു പോകരുത്, അത് ദോഷത്തിന് ഹേതുവാകുകയുള്ളൂ. കാരണം മുഷിവ്, അസൂയ, പ്രതികാരം, വിശ്വാസത്യാഗം, പിന്മാറ്റം, ഇങ്ങനെയുള്ള അനവധി സ്വഭാവങ്ങളിൽ അകപ്പെട്ടിരിക്കുന്ന മനുഷ്യനെ ദൃഷ്ടി വയ്ക്കുന്ന ശക്തി ഈ ലോകത്തിലുണ്ട്. ആ ശക്തി ദൈവത്തോട് അനുവാദം ചോദിക്കും. അനുവാദം ചോദിക്കുന്നത് വേറൊന്നിനുമല്ല, ഇപ്പോൾ ആ വ്യക്തി മുഷിഞ്ഞാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആരാധനയ്ക്ക് വരുന്നത്, ദൈവത്തെ ശുശ്രൂഷിക്കുന്നത് മുഷിഞ്ഞാണ്. ഈ മുഷിവ് അവൻ്റെ വിശ്വാസത്തെ സംബന്ധിക്കുന്നതാണ്. അതുകൊണ്ട്
മുഷിഞ്ഞിരിക്കുന്ന പാത്രത്തെ ഉപയോഗിക്കാനുള്ള അധികാരം, അവകാശം ശത്രുവിനുണ്ട്. അതുകൊണ്ട് അവനെ ഉപയോഗിക്കാൻ അനുവാദം തരണം. നമ്മൾ പഠിച്ചിട്ടുണ്ട്, മഹാപുരോഹിതനായ യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നു. സാത്താൻ അവകാശം പറഞ്ഞു. കാരണം അവൻ മുഷിഞ്ഞിരിക്കുന്നത്, അവൻ്റെ വസ്ത്രം മുഷിഞ്ഞിരിക്കുന്നു, എനിക്ക് തരണം. അതായത് ശത്രുവിന് ഉപയോഗിക്കാനായിട്ട് കൊടുക്കണം. ശത്രുവിൻ്റെ പാത്രമാണത്, മുഷിഞ്ഞ പാത്രം അവനുള്ളതാണ്. ഒരു വലിയ വീട്ടിൽ അവിടെ ഭക്ഷണത്തിന് പാത്രങ്ങളുണ്ട്. അപ്പോൾ അവിടെ നായ്ക്ക് കൊടുക്കുന്ന, പതിവായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പാത്രമുണ്ട്. ആ പാത്രം ഒരു മൺപാത്രമാണ്, അത് പൊട്ടിപ്പോയി. അപ്പോൾ അമ്മയോട് മകൾ വിളിച്ച് ചോദിച്ചു, അമ്മ, പട്ടിക്ക് തീറ്റ കൊടുക്കുന്ന പാത്രം പൊട്ടിപ്പോയി, ഇനി എന്താ ചെയ്യണ്ടേ? പട്ടിക്ക് ഭക്ഷണം കൊടുക്കണം, എന്തു ചെയ്യണം? അമ്മ ആലോചിച്ചിട്ട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, അവിടെ ഒരു സ്ഥലം പറഞ്ഞു കൊടുത്തതിന് ശേഷം അവിടെ 2-3 ചട്ടികൾ കമഴ്ത്തി വെച്ചിട്ടുണ്ട്. 2-3 പാത്രങ്ങൾ, മൺപാത്രമാണ്, അത് കമഴ്ത്തി വെച്ചിട്ടുണ്ട്. അതിലൊരെണ്ണം എടുത്തുകൊണ്ട് പോയി കഴുകി പട്ടിക്ക് ഭക്ഷണം കൊടുക്കും. വീണ്ടും ഒരു കാര്യവും കൂടി പറഞ്ഞു, വീണ്ടും അത് അകത്തേക്ക് കൊണ്ടുവരാതെ വണ്ണം അത് പുറത്ത് ഒരു സ്ഥലം പറഞ്ഞു കൊടുത്തതിന് ശേഷം അവിടെ കമഴ്ത്തിയേക്കണം, അകത്തേക്ക് കൊണ്ടുവരണ്ട. അവിടെ നമ്മൾ ദൈവഭവനത്തിൽ ശ്രേഷ്ഠമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുവാൻ കർത്താവ് വിളിച്ചു ചേർത്ത് ശുദ്ധീകരിക്കുന്ന പാത്രങ്ങൾ മുഷിഞ്ഞാൽ, പഴകിയാൽ, ഉടഞ്ഞാൽ, അത് ഹീനമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് നീങ്ങിയാൽ ശത്രു അവകാശം പറയും. അവൻ ഉപയോഗിക്കണം, അവൻ്റെ ഉപയോഗപാത്രമാണ്. ഏറ്റവും ആദ്യമേ തന്നെ അതാണ് വേണ്ടത്. ഒരു ഹീന കാര്യത്തിന് ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ദാവീദിനെ ഇവിടുന്ന് ഭവനത്തിൽ നിന്ന് പോകുമ്പോൾ അബ്ശാലോമിൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ ദാവീദിനെ ദൈവം ശിക്ഷിക്കുന്ന ശിക്ഷയാണ്. അഭിഷിക്തനാണ്, ദൈവം തള്ളിക്കളഞ്ഞിട്ടില്ല, അവനെ ശിക്ഷിക്കുക. അവനെ ശിക്ഷിക്കണമെങ്കിൽ അവനാ ഓടിപ്പോയി കരഞ്ഞുകൊണ്ട് പോകുന്ന വഴിക്ക് അവനെ ശപിക്കണം, പ്രാകണം. അതിനാരെ കിട്ടും? ദൈവഭക്തനെ ദൈവം സമ്മതിക്കില്ല. അവനെ ഒന്നും വിളിക്കണ്ട, കാരണം അവനെയൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അവൻ ദൈവത്തിൻ്റെ ഭക്തനാണ്. ശത്രുവാദിക്കും. ഇതാ ആ ശിമയി എന്ന് പറഞ്ഞ ഒരുത്തനുണ്ട്, അവൻ മഹാവല്ലാത്ത സ്വഭാവക്കാരനാണ്. അവൻ ശൗലിൻ്റെ രാജത്വം നഷ്ടപ്പെട്ട സമയം മുതൽ ദാവീദ് രാജാവായ സമയം മുതൽ അവൻ പുറമേ കാണുന്നില്ലെങ്കിലും അവൻ്റെ ഉള്ളിൽ നീരസവും ഈർഷ്യയും കൊണ്ടു നടക്കുന്നവനാണ്. കാരണം ദാവീദ് രാജാവായത് അവൻ ഇഷ്ടപ്പെട്ടിട്ടില്ല. അവൻ മുഷിഞ്ഞിരിക്കുന്നവനാണ്, അവനെ ഉപയോഗിക്കണം എന്ന് ശത്രു വാദിക്കുക. നീതിമാനായ ദൈവം പരിശോധിക്കും. ദൈവത്തിന് ഇഷ്ടമുണ്ടായിട്ടല്ല. ദൈവം തൻ്റെ സഭയ്ക്കകത്ത് നിന്ന് ഒരാളെ ഹീനപാത്രമായിട്ട് ഉപയോഗിക്കാൻ കർത്താവിന് ഇഷ്ടമല്ല. അതിന് ജാതികളെ, നിവൃത്തിയില്ലാതെ വന്ന ജാതികളെ ഉപയോഗിക്കാനാണ് ദൈവം സമ്മതിക്കുള്ളൂ. ശത്രുവല്ല, അതല്ല, ജാതികളിൽ നിന്ന് എടുക്കാൻ വരട്ടെ. കാരണം ജാതികൾ എന്ന് പറയുന്നത് തന്നെ അവൻ്റെ ജനമാണ്, ശത്രുവിൻ്റെ കൈവശമുള്ള ജനമാണ്. അതെടുക്കാൻ എടുക്കാനോ? പക്ഷെ അതിനു മുമ്പ് ഇതിനകത്ത് ശരിയല്ലാതെ മുഷിഞ്ഞിരിക്കുന്നവരുണ്ടല്ലോ, ഇതിൻ്റെ അകത്ത് മുഷിഞ്ഞിരിക്കുന്നവരുണ്ടല്ലോ, അവരെ നോക്ക്. അവിടെ ആരും കിട്ടിയില്ലെങ്കിൽ നമുക്ക് പുറത്തേക്ക് നോക്കാം. വാദം ശത്രു കണക്ക് പറഞ്ഞ് വാദിക്കുക. നീതിമാനായ ദൈവം നോക്കി, അഗ്നിജ്വാലക്കത്തുള്ള കണ്ണുള്ളവൻ നോക്കി, ശിമയെ ഒന്ന് നോക്കി.
നോക്കിയപ്പോൾ ശരിയാ, അവൻ്റെ ഉള്ളിൽ ഇതൊന്നും അവൻ സമ്മതിച്ചിട്ടില്ല. ശൗലിനെ നീക്കിയതും ശൗല് മരിച്ചതും ദാവീദ് ആ സ്ഥാനത്തേക്ക് വന്നതും ദാവീദിനെ ദൈവം അനുഗ്രഹിച്ചതും അവൻ ശ്രേഷ്ഠമായ ഭരണം നടത്തിയതും ദൈവം അവന് വേണ്ടി സാക്ഷ്യം കൽപ്പിച്ചതും ഇതൊന്നും അവന് ദഹിച്ചിട്ടില്ല. അവനാകുന്നു സംഭവിച്ചിട്ട് അവൻ മുഷിഞ്ഞ് വൃത്തികെട്ട നിലയിലിരിക്കുക. വചനം പറയുന്നത് മുഷിഞ്ഞു പോകരുത്, അത് ദോഷത്തിന് ഹേതുവാകേ ഉള്ളൂ. അവനെ കർത്താവ് സമ്മതിക്കേണ്ടി വന്നു. ശത്രു ചോദിച്ചു, ദൈവം സമ്മതിക്കേണ്ടി വന്നു. ശരി, ഉപയോഗിക്കാം. പിന്നെ ഒരു പോക്കായിരുന്നു, പിന്നെ ഒരു പ്രവർത്തനമായിരുന്നു. ശത്രു അവനെ കൊണ്ടങ്ങ് പോയി. നീച്ച അവൻ ദാവീദ് പോകുമ്പോൾ അവൻ കല്ല് വാരി മണ്ണ് വാരി അവൻ്റെ നേരെ എറിഞ്ഞതിന് ശേഷം ദാവീദിനോട് പറയുകയാണ്, നീച്ച പോ, നീ ഇങ്ങനെ തന്നെ പോ, ശൗലിൻ്റെ ഗൃഹത്തിൻ്റെ ശാപം നിൻ്റെ മേൽ വന്നിരിക്കുക, ശൗലിൻ്റെ രക്തമല്ലേ നീ അനുഭവിക്കുന്നേ. ഇങ്ങനെ പറഞ്ഞ് പ്രാകുക. അപ്പോൾ കൂടെ ആയിട്ടായിരുന്നു അബീശായി ചോദിച്ച്, അതെ, ഈ ചത്ത നായനെ പോലെ ഇരിക്കുന്നവൻ എൻ്റെ യജമാനായ അഭിഷിക്തനായ രാജാവിനെ കുറ്റം പറയുന്നതും ശപിക്കുന്നതും കേട്ടില്ലേ? രാജാവേ, ഞാൻ ചെന്ന് അവനെ അങ്ങ് വെട്ടിക്കളയട്ടെ. അത്രേ ഉള്ളൂ, ആളത്രേ ഉള്ളൂ. അബീശായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ പേർക്ക് ശത്രു വന്നു കഴിഞ്ഞാൽ, നൂറുകണക്കിന് ആളുകൾ വന്നാലും ശത്രുക്കൾ വന്നാലും എതിർത്ത് നിൽക്കുന്ന ചങ്കൂറ്റവും ആരോഗ്യമുള്ളവനാ. അവൻ പറഞ്ഞു, ഞാൻ ചെന്നങ്ങ് വെട്ടിക്കളയാം, എൻ്റെ തലയങ്ങ് വെട്ടിക്കളയാം. ഉടനെ തന്നെ ദാവീദ് ക്ഷോഭിച്ചു, സെരൂയയുടെ പുത്രന്മാരെ, നിങ്ങൾ എന്തായി പറയുന്നത്? എനിക്ക് നിങ്ങൾക്കും തമ്മിൽ എന്താണ്? നീ ചെന്ന് ദാവീദിനെ ശപിക്ക എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ കൽപ്പന, ദാവീദിനെ ശപിക്കാനുള്ള കൽപ്പന, അവനിൽ കൂടി ശത്രു പ്രവർത്തിക്കുക. പിന്നെ ആര് നീ ഇങ്ങനെ പറഞ്ഞെന്ന് ആര് അവനോട് എന്ത് ചോദിക്കും? ഒന്നും ചോദിക്കാം. അവൻ ശപിക്കട്ടെ. അത് കേൾക്കുന്ന ദൈവത്തിന് ഒരു പക്ഷേ എന്നോട് കരുണ തോന്നാം, അവൻ എന്നെ മടക്കി വരുത്താം, അവൻ്റെ കരുണ വലിയതാണ്. ശാപം കഴിഞ്ഞു. ദാവീദ് മരുഭൂമിയിലേക്ക് പോയി. ദിവസങ്ങൾ കഴിഞ്ഞു. യുദ്ധത്തിൽ വലിയൊരു സംഹാരം നടന്നു. വലിയൊരു സംഹാരം. ഈ സംഹാരം കഴിഞ്ഞതിന് ശേഷം ദാവീദിൻ്റെ ശത്രുക്കളൊക്കെയും പട്ടുപോയി. തിരിച്ചു വരികയാണ്. തിരിച്ചു വന്നപ്പോൾ ഈ ശപിച്ചവൻ ഓടി മുൻപ് ചെന്നു, യജമാനായ രാജാവേ, ഞാൻ ഭോഷത്തരമായി ചെയ്തു പോയി, ക്ഷമിക്കണം. അവന് മനസ്സിലായി, ക്ഷമിക്ക് മനസ്സിലായി, തല പോകുന്നു, ഇനി എനിക്ക് ആയുസില്ലെന്ന് മനസ്സിലായി. തിരിച്ചു വന്നപ്പോൾ ദാവീദ് അവനോട് ക്ഷമിച്ച്. പക്ഷെ ഇവൻ പണി നിർത്തിയില്ല. ദാവീദ് അവനോട് ക്ഷമിച്ച്, നീ പൊക്കോ, നിന്നെ വാള കൊണ്ട് കൊല്ലില്ല എന്നും പറഞ്ഞ് ഇവനെ പറഞ്ഞു വിട്ടെങ്കിലും ഇവൻ്റെ പണി നിർത്തിയില്ല. എന്നാൽ മരണസമയത്ത് തൻ്റെ മകൻ ശലോമോനോട് ദാവീദ് പറഞ്ഞു, മോനെ, ഒരു വിഷയമുണ്ട്. ശിമെയി എന്ന് പറഞ്ഞ ഒരുത്തനുണ്ട് നമ്മുടെ നാട്ടിൽ. അവൻ ഈ രാജ കൊട്ടാരത്തിൻ്റെ പ്രവൃത്തികൾക്കൊക്കെ ഇടപെട്ട് നടക്കുന്ന ഏഷണിയും വിഷം എന്ന് പറയുന്ന ഒരവസ്ഥയിൽ നടക്കുന്നവനാണ്. അവനെ ഞാൻ നിൻ്റെ സഹോദരൻ അബ്ശാലോമിൻ്റെ അടുക്കൽ നിന്ന് ഞാൻ ഓടിപ്പോകുമ്പോൾ അവനെന്നെ കഠിന ശാപത്തോടെ ശപിച്ചവനാണ്. എന്നാൽ ഞാൻ അവനെ വാളുകൊണ്ട് കൊല്ലില്ല എന്ന് തിരിച്ചു വന്നപ്പോൾ വാക്കും കൊടുത്തിട്ടുണ്ട്. എന്നാൽ നീ ബുദ്ധിമാനാണ്, നിനക്കറിയാം
അവൻ്റെ തെറ്റിന് തക്ക ശിക്ഷ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാൻ ദൈവം നിനക്ക് ബുദ്ധി തരും. നീ അത് ചെയ്യണം. ശലോമോൻ ആ കാര്യേറ്റ് ശിമയ്യെ വിളിച്ചു. ശിമയ്യോട് പറഞ്ഞു, നീ തെറ്റുകാരനാണ്. എൻ്റെ അപ്പൻ പോകുമ്പോൾ, അബ്ശാലോം രാജകുമാരൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ നീ അവനെ കഠിന ശാപത്തോടെ ശപിച്ചവനാണ്. അഭിഷിക്തനെ ശപിച്ചതിനാൽ നീ കുറ്റക്കാരനാണ്, മരണയോഗ്യനാണ്. എന്നാൽ ഇന്ന് നിന്നെ വാൾ കൊണ്ട് കൊല്ലുകയില്ല എന്ന് അപ്പം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ശരി. ഇത് അന്നനക്കൊരു വ്യവസ്ഥ വയ്ക്കുക. നീ ഒരു ഭവനം പണിത് ഒരു ഭവനത്തിൽ യെരൂശലേമിൽ താമസിച്ചോളണം. യെരൂശലേമിൽ നീ ഒരു വീട് പണിത് സുഖമായിട്ട് ജീവിച്ചു. നീ എങ്ങനെ ഏത് കാര്യം നിനക്കെല്ലാം സ്വാതന്ത്ര്യത്തോടെ അവിടെ ജീവിച്ചു. പക്ഷേ യെരൂശലേം വിട്ടു പോകാൻ പാടില്ല. യെരൂശലേം വിട്ട് പുറത്തേക്ക് പോകണമെങ്കിൽ കിദ്രോൻ തോട് എന്ന് പറഞ്ഞ ഒരു തോടുണ്ട്. ഈ തോട് എന്ന് നീ കടക്കുന്നുവോ അന്ന് നിൻ്റെ അവസാനമായിരിക്കും. ശിമയ്ക്ക് ഇതൊക്കെ അറിയാം. കാരണം തൻ്റെ കയ്യിലിരിപ്പ് ശരിയല്ലെന്നും എന്തെങ്കിലും തനിക്ക് പിടി വീഴുമെന്നും അറിയാം. ശിമയി പറഞ്ഞു, രാജാവ് പറഞ്ഞ വാക്ക് നല്ല നല്ല ക്ലിയറാണ്, അതങ്ങനെ തന്നെയാണ് വേണ്ടത്. ഞാൻ ഈ യെരൂശലേമിൽ താമസിച്ചോളാം, ഞാനെങ്ങും പോകുന്നില്ല. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ശിമയിയുടെ അടിമകൾ, പണക്കാരനാ, ധനവാനാ, അടിമകൾ ശിമയെ വിട്ടിട്ട് പോയി കളഞ്ഞു. ദൂരദേശത്തെങ്ങാണ്ട് പോയി. ഇവരെ അന്വേഷിച്ച് നടന്ന് കിദ്രോൻ തൊട്ട് കിടക്കാനും പാടില്ല. നടന്നാൽ തല പോവും. പലരെ വിട്ട് അന്വേഷിച്ചിട്ട് കാര്യം നടന്നില്ല. അവസാനം ശിമയി തന്നെ പോകാനായിട്ട് തീരുമാനിച്ച് ഒരു സ്ഥലം മനസ്സിലായി. ഗത്തിൽ എന്ന് പറയുന്ന സ്ഥലത്തുണ്ടെന്ന് മനസ്സിലായി. അവിടെ ചെന്ന് അടിമകളെ പിടിച്ചു കൊണ്ടുവന്നു. കിദ്രോൻ തോട് കടന്ന് യെരൂശലേമിൽ വന്നു. വീണ്ടും തൻ്റെ അടിമകളാക്കി പണി ചെയ്യിച്ച്. അടുത്ത ദിവസം അറിവ് കിട്ടി, ശിമയി കിദ്രോൻ തോട് കടന്നു, രാജകൽപ്പന ലംഘിച്ചിരിക്കുന്നു. ശിമയെ വിളിച്ചു. ഞാൻ നിന്നോട് ഈ കാര്യം പറഞ്ഞായിരുന്നോ? ഈ കിദ്രോൻ തോട് കിടക്കരുതെന്ന്. യെരൂശലേമിൽ താമസിച്ചോളാൻ പറഞ്ഞു. പിന്നെ നീ കിദ്രോൻ തോട് കിടന്ന എന്തിനാ? അത് നല്ല വാക്കെന്ന് നീ പറഞ്ഞില്ലേ? പോവാ. പിന്നെ കിദ്രോൻ തോട് കിടന്ന എന്തിനാ? സംഭവിച്ചതെന്നാണെന്നറിയാമോ? നീ ചെയ്ത വലിയ മാനസാന്തരമില്ലാത്ത നിൻ്റെ സകല പ്രവൃത്തികളും, നീ കർത്താവിൻ്റെ ദാസനെ ശപിച്ചതും നിന്നെ ശത്രു ഉപയോഗിച്ചതുമായ സകല ദോഷങ്ങളും ദൈവം നിൻ്റെ തലമേൽ വരുത്തിയതുമാണ്. അല്ല, നീയല്ല നിനക്ക് പോകേണ്ട അവസ്ഥയിൽ പോയതല്ല, നിന്നെ കൊണ്ടുപോയതാ. നിന്നെ ചെയ്ത അകൃത്യമാണ് നിന്നെ കൊണ്ടുപോയത്. മാലിന്യപ്പെട്ടിരുന്ന ഒരുവനെ, മുഷിഞ്ഞിരുന്ന ഒരുവനെ ശത്രു ഉപയോഗിച്ച ആ ഉപയോഗത്തിന് ശേഷം ശത്രു തന്നെ അവൻ്റെ മേൽ അവകാശം പറഞ്ഞ് അവനെ കൊണ്ടുപോകാനായിട്ടുള്ള പദ്ധതി ഒരുക്കിയതാണ്. ഇതാണ് എന്തെങ്കിലും ശത്രുവിനാൽ ഉപയോഗിക്കപ്പെട്ട് താൻ ശിക്ഷയൊന്നും അനുഭവിച്ചില്ലല്ലോ എന്ന് ചിന്തിച്ചാരും ഇരിക്കണ്ട. മാനസാന്തരം ഉണ്ടെങ്കിൽ നല്ലതാ. ഇല്ല എങ്കിൽ ചെയ്ത മുഷിവോടുകൂടി ശത്രുവിനാൽ ഉപയോഗിക്കപ്പെട്ട ആ തെറ്റ് അവൻ്റെ മേൽ തന്നെ ശത്രു വരുത്തുവാൻ തക്കവണ്ണം പ്രവർത്തിച്ചിരിക്കും. തൻ്റെ ദാസന് കൽപ്പന കൊടുത്തു, വെട്ടിക്കൊന്നു കളയാൻ പറഞ്ഞു. അവൻ ചെയ്തിട്ടുള്ള സകല തെറ്റുകളും അത്ര വലുതാണ്. അവൻ വെട്ടിക്കൊല്ലാൻ പറഞ്ഞു. ശിമയെ കൊണ്ടുപോയി വെട്ടിക്കൊന്നു കളഞ്ഞു. ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് വിശുദ്ധീകരണത്തിലും മാനത്തിലും ഓരോരുത്തൻ താൻ്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. തന്നെ കഷ്ടതയിലും ഞെരുക്കത്തിലെല്ലാം വിശുദ്ധീകരിച്ചിരിക്കുന്നവനെ മാനപാത്രമായിട്ട് കർത്താവ് മാനിച്ച് ഉപയോഗിക്കും. അങ്ങനെ ഉപയോഗിച്ച പാത്രങ്ങൾ നിത്യതയിൽ കർത്താവിനോടൊപ്പം വാഴും. ഇതിൻ്റെ നേരെ എതിരാണ് ഹൃദയത്തിൽ ദോഷവും മുഷിവുമായി, ദൈവത്തോടുള്ള നീരസവുമായി, മത്സരവുമായി ഹൃദയത്തിൽ ദോഷം വിചാരിച്ചിരിക്കും, മുഷിഞ്ഞിരിക്കും. ഇവരെ സാത്താൻ എടുത്ത് ഉപയോഗിക്കും.
ഉപയോഗിച്ചതിന് ശേഷം അതിൻ്റെ കർമ്മഫലം തൽക്കാലം രക്ഷപ്പെട്ടാലും ആ കർമ്മഫലം അനുഭവിക്കാൻ തക്കവണ്ണം അവനിൽ നിന്ന് തന്നെ ഒരു ദോഷം വരുത്തി അവനെ നിത്യതയിൽ നിത്യനാശത്തിൽ കൊണ്ടുപോയി എത്തിക്കും. ശിമയി ഉദാഹരണമാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ വചനം പറയുന്നത്, മുഷിഞ്ഞിരിക്കരുത്, ദുഷ്പ്രവൃത്തിക്കാരൻ നിമിത്തം മുഷിയരുത്, നീതികേട് ചെയ്യുന്നവരോട് അസൂയപ്പെടരുത്. ദുഷ്പ്രവൃത്തിക്കാരൻ താൻ കാര്യം സാധിച്ചു, തൻ്റെ തെറ്റ് അവൻ കർത്താവിൻ്റെ മുമ്പാകെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടാം. പക്ഷേ മുഷിഞ്ഞിരിക്കുന്ന നീ അപകടത്തിൽപ്പെടും. മുഷിഞ്ഞിരിക്കുന്ന നീ അപകടത്തിൽപ്പെടും. അതുകൊണ്ട് എല്ലാം മുഷിവും മാറ്റി, മുഷിവില്ല, ഓരോരുത്തരും അവനവൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥയ്ക്ക് ഒത്തവണ്ണം പ്രതിഫലം കൊടുക്കുവാൻ കഴിവുള്ളവൻ. നിങ്ങൾ പറയുന്ന ഏത് നിസ്സാര വാക്കുകൾക്കും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് വനത്തുള്ളതുപോലെ ഏത് പ്രവർത്തനത്തിനും ഒരു പ്രതിപ്രവർത്തനമുണ്ട് എന്ന് നമ്മൾ പഠിക്കുന്നത് പോലെ ഓരോരുത്തരും അവനവൻ്റെ ജീവിതമനുസരിച്ച് പ്രതിഫലം കൊടുക്കുവാൻ കഴിവുള്ളവൻ തക്ക സമയത്ത് അത് പ്രവർത്തിക്കും, തക്ക സമയത്ത് അത് പ്രവർത്തിച്ചിരിക്കും. അതുകൊണ്ട് ആരുടെ നിമിത്തവും മുഷിയേണ്ട കാര്യമില്ല, അസൂയപ്പെടേണ്ട കാര്യമില്ല. അവനവൻ്റെ വിശുദ്ധീകരണത്തിലും മാനത്തിലും അവനവൻ്റെ പാത്രത്തെ നേടുക. അശുദ്ധിയിലും അപമാനത്തിലും എന്നേക്കുമായി തന്നെ തന്നെ നഷ്ടപ്പെടുത്തി കളയുവാൻ പ്രവർത്തിക്കുന്ന ശക്തി നമ്മുടെ മുമ്പിൽ ഉണ്ടെന്ന് ഓർത്തിട്ട് വേണം ഏത് കാര്യത്തിനെങ്കിലും മുഷിഞ്ഞിരിക്കാൻ. ഇന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മുഷിവ് എന്നേക്കുമായി മാറ്റാം. അതോടുകൂടി ദോഷം നീങ്ങിപ്പോകും, വിശുദ്ധീകരണം നമ്മിലേക്ക് വരും, ദൈവം ഉപയോഗിക്കും, നിത്യതയിൽ കർത്താവിനോട് വസിക്കുകയും ചെയ്യും.